ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷൻ ഇക്കുറി UDF-നും LDF-നും വലിയ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന വലിയ അഭിമാന പോരാട്ടമാണ്. അവിടെ ദീപ്തി UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാം. വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ 9,37,662 വോട്ടുകൾ ഇതുവരെ പോൾ ചെയ്തു. ഭരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനജീവിതം ദുസ്സഹമാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ UDF ഇപ്രാവശ്യം തിരിച്ചു വരും. ഒരു കാരണവശാലും ജനങ്ങൾ അതിനെ സമ്മതിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കൊച്ചി നഗരജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നരക ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ UDF-ന് വലിയ പ്രതീക്ഷയാണ്. വലിയ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും. ഓക്കെ, അവസാനവട്ട പോളിംഗ് ശതമാനമൊക്കെ വരുന്നുണ്ട്. അവസാനവട്ട പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് 7.8, കൊല്ലത്ത് 7.9%, കൊച്ചിയിൽ അത് അപ്പം വലിയ പോളിംഗ് ശതമാനത്തിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരുപക്ഷെ 2020 മുകളിലേക്ക് പോളിംഗ് ശതമാനം പോകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. വോട്ടർമാരുടെ നീണ്ട നിര ഒട്ടുമിക്ക എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാം. അവിടെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വോട്ടിംഗ് മെഷീനുകൾ തകരാറാക്കി സംഭവിക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തുടരുന്നുണ്ട്. പെട്ടെന്ന് പരിഹരിക്കട്ടെ. ഇവിടെ അത്യാവശ്യം നല്ല പോളിംഗ് ആണല്ലോ ട്രിവാൻഡ്രം എന്ന് ഹരിഗോവിന്ദ് പറയുന്നുണ്ട്. ക്യൂ ഇല്ലാതില്ല ആസിഫ് അലി ക്യൂവിൽ എന്ന് വസ്തുകുമാരി പറയുന്നുണ്ട്. നിർമ്മാതാവ് രഞ്ജിത്ത് രജപുത്ര വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം ചിത്വിയും ഒപ്പമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്താണ് അവർക്ക് വോട്ട് എന്ന് നമുക്കറിയാം. അത്യാവശ്യം തരക്കേടില്ലാത്ത പോളിംഗ് ശതമാനമുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ 8 മണി കഴിഞ്ഞ് 22 മിനിറ്റേ ആകുന്നുള്ളൂ. 7 മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ പോളിംഗ് ശതമാനം പലയിടങ്ങളിൽ നിന്നും വരുന്നത് വെച്ച് നോക്കുമ്പോൾ വലിയ തരക്കേടില്ലാത്ത തെറ്റില്ലാത്ത രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. പലയിടങ്ങളിലും അത്യാവശ്യം വലിയ നീണ്ട നിരയൊക്കെ തന്നെ കാണുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ആസിഫ് അലി വോട്ട് ചെയ്യാൻ അവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ വലിയൊരു തിരക്കൊന്നും അവിടെയും കാണാനില്ല. നമ്മുടെ ആകെ സീന മുഹമ്മദ് മാത്രമാണ് വോട്ട് ചെയ്ത് വന്ന കാര്യം പറഞ്ഞത്. ആരും കമന്റ് ബോക്സിൽ വോട്ട് ചെയ്ത് വന്ന കാര്യം പറയുന്നില്ല. വോട്ട് ചെയ്ത് വന്നവർ മസ്റ്റായിട്ട് കമന്റ് ബോക്സിൽ പറയേണ്ടതാണ്. മസ്റ്റായില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.